വീണ വിജയന് വേണ്ടിയിട്ട് ഇഡിയെ ആക്രമിക്കാൻ ഇറങ്ങിയ ഐബി ബിനു ചാകാറായൊരു മട്ടാണ്. പക്ഷെ ഇപ്പോഴും വീണയെ കാണാനില്ല. എന്തൊരവസ്ഥയാണല്ലേ ഈ ഒരു കമ്മിക്കൂട്ടങ്ങൾക്ക്. ഇന്ന് രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴിക്ക് ഡി ഓഫീസിൻ്റെ മുമ്പിൽ കൂടെ വേണം വരാനായിട്ട്. ഭയങ്കര ക്യാമറയും പക്ഷേ ബാരിക്കേഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനില്ല. ഞാൻ വിട്ടുകൊടുക്കുമോ? ഞാൻ കാറ് കടവന്ത്രയിൽ പോയി റിവേഴ്സ് ചെയ്ത് തിരിച്ച് പനമ്പള്ളി കൂടെ വന്ന് പാർക്ക് ചെയ്ത് ചെന്നപ്പോൾ എല്ലാവരും എനിക്കറിയാവുന്ന ആൾക്കാരാണ്, ക്യാമറ ക്രൂ ഒക്കെ. അപ്പം ടെൻഷൻ അടിച്ചൊന്നും വരണ്ട, വീണ വരുന്നില്ല. അത് അവയക്കടത്ത് സംബന്ധിച്ചിട്ടുള്ള ഇൻറ്ററോഗേഷനുള്ള ആൾക്കാരാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ വളരെ ചിന്തയിലാണ്. വീണയ്ക്ക് എന്ത് പറ്റി, വീണയ്ക്ക് എന്ത് പറ്റി? അതിന് കണ്ടിരുന്നോ ഐബി വീണു ഇരിക്കുന്ന ഒരു അവസ്ഥ? പോലീസ് വണ്ടിയുടെ ഉള്ളിൽ ഇതിങ്ങനെ ആ നെറ്റിൻ്റെ ഇടയിൽ കൂടെ തലയെ വെച്ച് ഇങ്ങനെ. അദ്ദേഹത്തിന് വലിയ നിലയിൽ ഷുഗർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് കൊളാപ്സ് ചെയ്തിട്ടാണ് പരോളൊക്കെ കിട്ടി വന്നിരിക്കുന്നത്. പരോൾ വന്നിട്ട് പോലും അദ്ദേഹത്തിന് പുറത്തിറങ്ങി പഴയ പോലെ മൂവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരാണെങ്കിലും കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവരോട് സഹതാപം തന്നെയാണ്. പക്ഷെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്താവിഷയം. ഇന്നലെ ഒരു ലേഖനം വായിക്കുമ്പോൾ വായിച്ചു, വീണ എവിടെ? 2 പ്രാവശ്യം എറണാകുളത്ത് വന്നു, ഡിയുടെ മുമ്പിൽ വന്നു. പക്ഷെ ഒരു ഗുണമുണ്ടായിട്ടോ. ആൾക്കാരൊന്ന് ചൊട്ടാൻ വേണ്ടി, ഒന്ന് ഒതുങ്ങാൻ വേണ്ടി ഭയങ്കരമായിട്ട് എക്സസൈസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കും. ഇത് ബോഡി ഷേമിംഗ് ഒന്നും അല്ല കേട്ടോ. ഇനി അതും പറഞ്ഞ് പുറകെ കൂടണ്ട. ആ കുട്ടിയൊന്ന് വല്ലാണ്ടൊരു മാനസികമായ സംഘർഷം കൊണ്ടായിരിക്കും ചൊട്ടിയ പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഒന്നും തന്നെ നമ്മളിതിനെക്കുറിച്ച് കേൾക്കുന്നില്ല. ഈ മാസപ്പടി വിവാദത്തിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല. മേ ബി വി ഹാവ് ടു ഗിവ് ഡി ഇനഫ് ടൈം ടു എന്താണ്, അവർ ഹോംവർക്ക് ചെയ്യണമല്ലോ. കിട്ടിയ ഡോക്യുമെൻറ്റ്സൊക്കെ കൊളാബറേറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് അതിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നറിയണം. അതിൻ്റേതായ എല്ലാ ബാക്ക്ഗ്രൗണ്ട് വർക്ക് കഴിഞ്ഞിട്ടല്ലേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പെട്ടെന്നല്ലേ ഒരു ദിവസം തിരുവനന്തപുരത്താണെങ്കിലും വീണയുടെ വീട്ടിൽ വന്നത്. ഞാൻ പിണറായി വിജയൻ്റെ വീടെന്ന് പറയില്ല, വീണയുടെ തന്നെ വീടാണ്. കാരണം 2 ലക്ഷം രൂപ കൊടുത്ത് ഒരു വീട് വാടകയ്ക്കെടുക്കാൻ പിണറായി വിജയന് ഔദ്യോഗികമായ നിലയിൽ അത്രയും ശമ്പളം കിട്ടുന്നില്ല, MLA എന്നുള്ള നിലയിൽ. അപ്പോൾ വീണയുടെ വീട്ടിൽ അച്ഛൻ താമസിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ സോഴ്സ് കാണിക്കണം. 2 ലക്ഷം രൂപയാണ് ആ വീടിൻ്റെ വാടക എന്ന് പറയപ്പെടുന്നു. അത്രയും ഉണ്ടാവും. അത്രയും വലിയ പലേഷ്യലായിട്ടൊരു വീടായിട്ടല്ലേ നമ്മളത് കണ്ടിട്ടുള്ളത്. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. പെട്ടെന്നാണ് ഡി എമേർജ് ചെയ്തത്. ആരും വിചാരിക്കാത്തൊരു സമയത്താണ് വന്നത്. അപ്പം അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം ഇനി അവർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അവർക്ക് സമയം കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ബിനുവിൻ്റെ കാര്യമല്ലേ. ആലോചിക്കുകയാണ്, എല്ലാവരും 25 പേരാണ് കിടക്കുന്നത് അല്ലേ. അതിലൊരാൾക്ക് കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമായി. ആ പബ്ലിക് പ്രോസിക്യൂട്ടറിനെതിരെ വലിയ അലിഗേഷൻസ് വന്നു. അവർ CPMൻ്റെ ആളാണ്, അതുകൊണ്ടാണ് കൊടുത്തത്. അവർ ഡിഫെൻഡ് ചെയ്തില്ല, കൊടുക്കരുതെന്ന് പറഞ്ഞില്ല, ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞില്ല. വേറൊരു അക്യൂസ്ഡിനെതിരെയും ഇതുപോലെ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് തന്നെ ആൾക്കാർ വളരെ ബഹളം വെച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയുമില്ല ജാമ്യം. 25 പേരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നവർ പുറം ലോകം കാണുന്ന വല്ല ഉറപ്പുമുണ്ടോ? 25 പേരെ പിടിച്ചുകൊണ്ട് പോകാൻ മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തുന്നു, അതിലെന്തൊക്കെയോ തരികിടകളുണ്ട്. ഫിനാൻഷ്യലായിട്ട് അത് ക്ലിയർ എല്ലാം തോന്നുമ്പോൾ ഒരു ഏജൻസി വന്ന് അവരെ ചോദ്യം ചെയ്തതിന് യുവത്വത്തെ മുഴുവൻ റോഡിലേക്ക് വലിച്ചിറക്കി അവരെ ബുദ്ധിമുട്ടിച്ച് ജാമ്യം കിട്ടാ വകുപ്പ് പ്രകാരം അവരുടെ ജീവിതം തൊലച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് പിണറായിക്ക് അല്ലെങ്കിൽ ഗോവിന്ദന് എന്തെങ്കിലും അവരോട്, അവരുടെ കുടുംബത്തോട് എമ്പതി ഉണ്ടെങ്കിൽ, സിമ്പതി ഉണ്ടെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൻ്റെ കാര്യമെങ്കിലും ഏറ്റെടുക്കണം. ഈ കുട്ടികൾ പുറത്തേക്ക് വന്ന് എന്തെങ്കിലും ജോലി കിട്ടുമോ? ഡിക്കെതിരെയാണ്, സെൻട്രലിനെതിരെയാണ് ഇവർ കളിച്ചിരിക്കുന്നത്. അവരുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും കൊടുക്കണ്ടല്ലോ. ഏത് ജോലി കിട്ടുകയാണെങ്കിലും നമ്മളുടെ സ്വഭാവത്തിനെ കുറിച്ച്, നമ്മൾ ജയിലിൽ കിടന്നിട്ടില്ല, ജയിലിൽ കിടക്കണമെങ്കിൽ എന്താണ് സാഹചര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കണം. സാധാരണഗതിയിൽ ഇപ്പോൾ പാർട്ടികളുടെ ഇതിലെന്തെങ്കിലും സമരത്തിൽ പോയി പങ്കെടുക്കുകയാണെങ്കിൽ അതിന് അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഇതല്ല, ആക്രമിച്ചു, നരഹത്യാശ്രമം, എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് കേസല്ലേ. അപ്പോൾ ഈ കുട്ടികളുടെ ജീവിതം തന്നെ കട്ടപ്പുകയായി എന്നേ പറയാനുള്ളൂ. അച്ഛനും മരുമോനിക്കയ്ക്കും വീണയ്ക്കും. കമലയാണിപ്പോൾ വലിയ താരം എന്നാണ് പറയുന്നത്. ആ സ്വപ്ന സുരേഷിൻ്റെ കണ്ടില്ലേ,
കമലയാണ് എല്ലാത്തിൻ്റെയും പുറകിലെ ചാലക ശക്തി എന്ന് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവരവര് തന്നെ പോയി ആക്രമണത്തിനകത്തില് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ എന്താ പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾക്കൊന്നും പോയതല്ല. അവിടെ ബാച്ച് ബാച്ചായിട്ട് ശിവൻകുട്ടിയും അതുപോലെ തന്നെ റഹീമും കടകംപള്ളി സുരേന്ദ്രനും ഇവരെല്ലാം ചേർന്നത് ബാച്ച് പക്ഷേ ബാച്ചായിട്ട് ഇവര് ഇറക്കിയ എന്ത് ആളുകളല്ലേ. പറഞ്ഞിട്ടാണ് ഈ ആൾക്കാർ പുറത്തേക്ക് ഇറക്കിയത്? പിണറായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലർക്കും അതൊരു വികാരം തന്നെയാണ് അല്ലേ? ഉം. പിണറായി സഖാവിനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു, ഉപദ്രവിപ്പിക്കുന്നു, അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, പച്ചവെള്ളം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ആവേശം ഉണ്ടാകും. പിന്നെ അവർക്ക് മനസ്സിലായി, അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ കണ്ട പട്ട് പോലും ഇവർ കാണിച്ചിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഞങ്ങൾ എന്തിനാണ് ഈ ആക്രാന്തം കാണിച്ചതെന്ന്. പക്ഷേ അപ്പോഴേക്കും സംഭവിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടായി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ക്രൗഡ് മോബ് എന്ന് പറയില്ലേ, ക്രൗഡിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രത്യേകിച്ചും ഇത്രയും ക്യാമറകളും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിലൊന്ന് ഷൈൻ ചെയ്താൽ അടുത്ത ഒരു കൗൺസിലർ ടിക്കറ്റോ ഒരു വാർഡ് മെമ്പർ ടിക്കറ്റോ അല്ലെങ്കിൽ ഒരു MLA ടിക്കറ്റോ ഒക്കെ കിട്ടിയാലോ, അല്ലെങ്കിൽ ഞാനൊരു നേതാവായി മാറിയാലോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകും. കൊച്ചു കുട്ടികളല്ലേ, കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരല്ലേ. അപ്പോൾ അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ഫോൺ കോളുകളും മറ്റു കാര്യങ്ങളും ED പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. അതിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത പോലെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെയാണ് പ്രേരണാ കുറ്റം ചുമത്തേണ്ടത്. ആത്മഹത്യ കൊലപാതക പ്രേരണ കുറ്റം ചുമത്തേണ്ടത്. എന്തായാലും പിണറായിക്ക് വിളിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഫോൺ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഗോവിന്ദനും ശിവൻകുട്ടിക്കും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്ക് എതിരെയും കൊലപാതക ശ്രമത്തിന് പ്രേരണ കുറ്റം ചുമത്തി അവരെയും കൂടെ അറസ്റ്റ് ചെയ്ത് ആ കിടക്കുന്നതിൻ്റെ മൂട്ടകടി കൊള്ളുന്നതിൻ്റെ മൂട്ടകടി ഇപ്പോഴും ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. സുഖം അനുഭവിക്കണം. ആഹാരത്തിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല, നല്ല ആഹാരമാണ് കിട്ടുന്നത്. ജയിലിലുണ്ടാക്കുന്ന ആഹാരം കൊണ്ടുവന്നിപ്പോൾ ഇവിടെ എറണാകുളത്താണെങ്കിൽ ചിൽഡ്രൻസ് പാർക്കിൻ്റെ മുമ്പിലൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. തടവുപുള്ളി ഉണ്ടാക്കുന്ന ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ അതൊക്കെ ഇവർക്കും കിട്ടും. പക്ഷെ മൂട്ടകടി ഇപ്പോഴുണ്ടെന്നാണ് കേൾക്കുന്നത്. അതുപോലെ ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സ്വപ്ന സുരേഷ് പറയുണ്ടായി ശിവശങ്കരൻ കിടക്കുന്ന സമയത്ത് ഒരു സഹായിയെ വരെ വെച്ച് കൊടുത്തിരുന്നു എന്ന്. ആഹാരമൊക്കെ നല്ലതാണ്, പക്ഷെ കിടക്കുന്ന സൗകര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒരു സഹായിയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങേർക്കും കിട്ടുമായിരിക്കും 650 രൂപയല്ലേ. ഇപ്പോൾ പിണറായി ഇറങ്ങുന്നതിന് മുമ്പ് തടവുകാരുടെയൊക്കെ ശമ്പളം കൂട്ടിയിട്ടല്ലേ ഇറങ്ങിയത്. അപ്പോൾ അല്ല, അത് കൂട്ടിയത് എന്തായാലും നന്നായി. കുറച്ച് ആളുകൾ ഇപ്പോഴും പോയിട്ടുണ്ടല്ലോ. പക്ഷേ അവർക്ക് കിട്ടില്ല. കൺവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് വരും. ഇപ്പോൾ ഒരു അണ്ടർ ട്രയൽ ഇതാണല്ലോ, ജസ്റ്റ് പിടിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ, അവരുടെ വിചാരണ നടക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ശിക്ഷ കിട്ടിക്കഴിയുമ്പോഴേ ഈ 650 രൂപ കാറ്റഗറിയിലേക്ക് വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി കേരളം കത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായിയെ തന്നെ എങ്ങനെ പുറത്തേക്കാക്കണം എന്നുള്ള ഒരു വലിയ ചിന്തയിലാണ് സഖാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും. എങ്ങനെ ഈ ഗോവിന്ദനെ പുറത്താക്കണം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അല്ല, കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ഇനിയൊരു റെയ്ഡ് വന്നാലോ അല്ലെങ്കിൽ പുള്ളിയെ അടുത്തേക്ക് ഇനി ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാലോ, കാരണം കഴിഞ്ഞ റെയ്ഡിലൊന്നും ഒരു മനുഷ്യനും പോയില്ലല്ലോ. ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരാൾ അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങത്തില്ല. അതെ, കാരണം ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആ ബിനുവിൻ്റെ ചിത്രം വളരെ എല്ലാ സ്ഥലത്തും നമ്മൾ പരത്തണം. കാരണം അദ്ദേഹത്തിൻ്റെ ആ നോട്ടം, മുഖത്തെ ആ ഭാവം അല്ലേ, കുടുക്കിയല്ലോ കുടുക്കിയല്ലോ സഖാവേ എന്നാണ്. കുടുങ്ങിയല്ലോ എന്നല്ല, കുടുക്കിയല്ലോ സഖാവേ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖം. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? സ്വന്തം അച്ഛന് വേണ്ടിയോ, സ്വന്തം സഹോദരന് വേണ്ടിയോ, സ്വന്തം കുടുംബത്തിന് വേണ്ടിയോ ഒന്നുമല്ല. നിയമാനുസൃതമായ ഒരു കാര്യം നടക്കുമ്പോൾ അതിനെതിരെ ഇടപെടാനായിട്ട് ഇവിടെ ആർക്കും ഒരു റൈറ്റ് ഇല്ല. അത്രേ തന്നെ ഉള്ളൂ. അപ്പോൾ ബിനുവിനെ പോലെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് പുറത്തേക്ക് ചാടി ഇറങ്ങാതിരിക്കുക. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക. അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പിണറായി സഖാവിനറിയാം, പിണറായി സഖാവിൻ്റെ കുടുംബത്തിനറിയാം. ഈവൻ ഗോവിന്ദൻ വരെ ഭാര്യയ്ക്ക് ടിക്കറ്റ് കൊടുക്കാനായിട്ട് ശ്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ അവർക്കറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിങ്ങൾ പഠിക്കണം. ഏറ്റവും കൗതുകരവും നിങ്ങൾക്ക് താല്പര്യമുള്ളതുമായ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ കാണുന്നുമുണ്ട്. പക്ഷെ ചിലരൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഒന്ന് ചെയ്തേക്കണേ.